വിദ്യാമൃതം പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു ഓർമ്മ വരികയാണ്. ഒരു സ്കൂളിൽ ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്തുകൊണ്ട് ഒരു സ്കൂളിലെത്തി. ആ സ്കൂളിൻ്റെ വരാന്തയിലൂടെ ക്ലാസ് മുറികൾക്ക് മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ വാതിൽക്കലാണ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഹയർ സെക്കൻഡറി ക്ലാസ് മുറിയാണ്. മുതിർന്ന പെൺകുട്ടിയാണ്, 10, 16, 17 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും സ്കൂളിലെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നതിനെക്കുറിച്ചും അന്വേഷിക്കേണ്ട ആവശ്യത്തിനല്ല ഞങ്ങൾ പോയത് എന്നിരിക്കെ ഞങ്ങൾക്കതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതില്ല. എങ്കിലും ആ ഒരു പെൺകുട്ടിയുടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് രാവിലെ തന്നെ ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായും എന്താണ് മോളെ ഇവിടെ നിൽക്കുന്നത്, എന്താ അങ്ങനെ കരയുന്നത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനെ ക്ലാസ്സിലെത്താൻ 10 മിനിറ്റ് വൈകിയോണ്ട് ടീച്ചർ പുറത്ത് നിർത്തിയതാണ് എന്ന് പറയുമ്പോഴേക്കും അതൊരു പൊട്ടിയക്കരച്ചിലായിട്ട് മാറുകയാണ്. അപ്പോൾ വല്ലാതെ സങ്കടം തോന്നിയുകൊണ്ട് കുറച്ച് സമയം കൂടി അവൾ എന്ന കുട്ടിയോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് നേരെ ഔദ്യോഗിക ആവശ്യത്തിന് പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് ചെന്നു. പ്രിൻസിപ്പലിനെ കണ്ട് ഞാൻ പോയ കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ അവിടെ ആ +2 സയൻസ് ക്ലാസ്സിന് മുമ്പിൽ ഒരു കുട്ടി നിന്ന് കരയുന്നുണ്ടായിരുന്നു, ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. മാഷ അവരോടൊന്ന് സംസാരിച്ച് ആ കുട്ടിയെ ക്ലാസ് കയറ്റുന്നത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞത്, അത് സ്ഥിരമായി പലപ്പോഴും വൈകി വരുന്ന കുട്ടികളായിരിക്കും, അല്ലാതെ ടീച്ചർമാർ അങ്ങനെ പുറത്ത് നിർത്തില്ല. മാത്രമല്ല ഇവിടെ വളരെ സ്ട്രിക്റ്റാണ് സാർ, ഞങ്ങൾ ഈ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് പോകുന്നൊരു സ്കൂളാണ്. അപ്പോൾ 9:30-ക്കുള്ള ക്ലാസ് തുടങ്ങുമ്പോൾ 9:25 ക്ലാസ്സിലെത്തിയാലും ഞങ്ങൾ ക്ലാസ് കയറ്റും. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്താ വ്യക്തിപരമായ എന്തെങ്കിലും പ്രയാസങ്ങളിലോ ആവുമല്ലോ ചിലപ്പോൾ ഒരു കുട്ടിയൊക്കെ ചിലപ്പോൾ വൈകി പോകുന്നത്, അതെന്താണെന്നൊന്ന് ചോദിച്ചിട്ട് ഒന്ന് പരിഗണിക്കേണ്ട മാഷേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ഒന്നും അങ്ങനെ വഴിപ്പെട്ടില്ല. പിന്നീട് ഞാൻ അദ്ദേഹത്തോട് തുറന്ന് സംസാരിച്ചു. ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചറിഞ്ഞ കാര്യം പറഞ്ഞു. ആ കുട്ടിയുടെ അമ്മയ്ക്ക് ക്യാൻസറാണ്. അപ്പോൾ വളരെ അവശ നിലയിൽ കിടപ്പിലായ ഒരു അമ്മയാണ്. അച്ഛൻ രാവിലെ എഴുന്നേറ്റ് കൂലിപ്പണിക്ക് പോകുന്നതാണ്. ഈ പെൺകുട്ടിയാണ് അച്ഛൻ പോകുന്നതിന് മുമ്പ് തന്നെ അച്ഛനുള്ള ആവശ്യങ്ങളും പിന്നെ ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ഉൾപ്പെടെ അല്ലെങ്കിൽ ടിഫിൻ ഒരുക്കുന്നത് വരെയുള്ള ചെയ്യുന്ന കാര്യങ്ങൾ, അതിനുശേഷം അമ്മയുടെ കുളിയും നനയും പോലെയുള്ള കാര്യങ്ങൾ വരെ പൂർത്തീകരിച്ച ശേഷമാണ് ആ കുട്ടി ഒരുങ്ങിയിട്ട് സ്കൂളിലേക്ക് വരുന്നത്. എന്നിട്ടും സ്കൂളിലെത്താൻ ആ കുട്ടി 10 മിനിറ്റ് താമസിച്ച് പോവുകയാണ്. അപ്പോൾ ആ 10 മിനിറ്റിനെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു പ്രത്യേക സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിയോട് ഇടപഴകാൻ, ആ കുട്ടിയെ മനസ്സിലാക്കി കൂടെ നിർത്താൻ ആ സ്കൂളിന് അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകർക്ക് സാധിക്കുന്നില്ല എന്നിടത്താണ് ഈ കുട്ടിയും ടീച്ചറും തമ്മിലുള്ള വൈകാരിക ബന്ധം എത്രമാത്രം ഒരുപക്ഷെ വിഷമകരമായ രീതിയിലേക്ക് താഴ്ന്നു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പറഞ്ഞതോടുകൂടി ആ പ്രിൻസിപ്പൽ ആകെ അസ്വസ്ഥനാകുകയും അദ്ദേഹം എൻ്റെ കൂടെ വരികയും നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ കുട്ടിയോട് സംസാരിക്കുകയും ടീച്ചറെ വിളിച്ച് ഉടനെ തന്നെ ക്ലാസ്സിൽ കയറ്റുകയും എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ക്ലാസ്സിൽ കയറ്റുകയും ചെയ്തു. പിന്നീട് അവരതിനെ തുടർന്ന് അവർ ആ കുട്ടിയെ മനസ്സിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു തവണയെങ്കിലും ആ കുട്ടിയോട് അങ്ങനെ സംസാരിച്ച് നോക്കാൻ ഒരു പക്ഷേ ആ ടീച്ചർ ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു സ്കൂളിൽ നമ്മൾ 100 കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 200 കുട്ടികളുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ 200 കുട്ടികളും ഒരുപോലെയാണ്. അങ്ങനെയാണ് ആവേണ്ടത് എന്ന് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത്. എല്ലാ കുട്ടിയും ഒരേ കണ്ണോടുകൂടി കാണും. പക്ഷേ ആ ഒരേ കണ്ണോടുകൂടി കാണുമ്പം തന്നെ ഓരോ കുട്ടിയുടെയും ജീവിതത്തെ വേറെ വേറെ തന്നെ കാണേണ്ടതുണ്ട്. കാരണം ഒരു കുട്ടിയുടെയും ജീവിതം പോലെയല്ല മറ്റൊരു കുട്ടിയുടെ ജീവിതം, ഒരു കുട്ടിയുടെയും മാനസികാവസ്ഥയല്ല മറ്റൊരു കുട്ടിയുടേത്. ഓരോരുത്തരും വരുന്ന ഓരോ വീടുകളിൽ നിന്നാണ്, വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളുടെ നിന്നാണ്. നല്ല സൗകര്യപ്രദമായ വീടുകളിൽ നിന്ന് നല്ല ഭക്ഷണമൊക്കെ നന്നായി കഴിച്ച് വളരെ സന്തോഷത്തോടുകൂടി അച്ഛനമ്മമാർ ജോലിക്കൊക്കെ നല്ല ജോലിക്ക് പോകുന്ന നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള എല്ലാവിധ പ്രിവിലേജുകളുമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളും കാണും. വളരെയേറെ പ്രയാസകരമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളും കാണും. അതിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള രോഗവും അതുപോലുള്ള പ്രശ്നങ്ങളും മാത്രമല്ല മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അച്ഛനമ്മമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ സിംഗിൾ ഫാമിലി ആയിട്ടുള്ള ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകൾ, അതല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള അസ്വസ്ഥതകളുള്ള അവസ്ഥയിലുള്ളവർ, ദാരിദ്ര്യത്തിൻ്റെ വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ,
അതുപോലെ തന്നെ പ്രാദേശികമായ വളരെയേറെ പിന്നോക്കാവസ്ഥ, ഇപ്പം ചിലപ്പോൾ ചില മലയോര ദേശത്തൊന്നോ അല്ലെങ്കിൽ തീരദേശങ്ങളിലൊക്കെയുള്ള വളരെ ദയനീയമായ ജീവിത സാഹചര്യം വരുന്ന കോളനിയിൽ താമസിക്കുന്ന കുട്ടികൾ, ഇങ്ങനെ നമ്മുടെ ക്ലാസ് മുറിയിലുള്ള 25 കുട്ടി 30 കുട്ടി എന്ന് പറയുന്നത് 30 വ്യക്തികളാണ്. ഞാൻ നേരത്തെയും സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയാണ്. അതിനെ കാണാതെ നമ്മുടെ കയ്യിലുള്ള അച്ചടക്കത്തിൻ്റെയോ നിയമാവലികളുടെയോ സ്കൂൾ നിയമങ്ങളുടെയോ ഒരു പാരാമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളടുത്ത് ഒരു അളവ് പോലുണ്ട്, ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിൽ എല്ലാവർക്കും തുല്യമായി വെച്ചളക്കാമെന്നുള്ള മൂഢമായ ഒരു ധാരണയിൽ നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെന്താണ് പരിഹാരം? അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയെ അറിയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ടീച്ചർമാർ കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് ടീച്ചർമാരോട് എന്തും മനസ്സ് തുറന്ന് പറയാനുള്ള അടുപ്പവും സ്നേഹവും സ്വാതന്ത്ര്യവും ഉണ്ടാവുക എന്നുള്ളത് അത് വളരെ വലിയൊരു ഘടകമാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു വളരെ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളിലൊന്നാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് രൂപീകരിച്ചെടുക്കാം എന്നുള്ള അതിന് വളരെ പ്രസിദ്ധമായൊരു ചൊല്ല് തന്നെയുണ്ട്. അതായത് നിങ്ങൾ രാവിലെ അറ്റൻഡൻസ് എടുക്കുമ്പോൾ പട്ടികയിലേക്കല്ല നോക്കേണ്ടത്, കുട്ടിയുടെ മുഖത്തേക്കാണ് എന്ന് നമ്മൾ മുമ്പ് പറയാറുണ്ട്. എന്തിനാണ് അങ്ങനെ മുഖത്തേക്ക് നോക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു കുട്ടിയുടെ മുഖം കണ്ടാൽ, രാവിലെ ഒരു കുട്ടിയുടെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവണം ആ കുട്ടിയുടെ അന്നത്തെ മാനസികാവസ്ഥ. നല്ല ഡോക്ടർമാർ പറയും, കൺസൾട്ടിങ് റൂമിലേക്ക് ഒരു പേഷ്യൻ്റ് കയറി വരുമ്പോൾ കാണുമ്പോഴേക്ക് തന്നെ നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ ഒരു രോഗാവസ്ഥയും മാനസികാവസ്ഥയും മനസ്സിലാവുമെന്ന് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയൊക്കെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഡോക്ടർ കയറി വരുമ്പോൾ മൂക്കിൻ്റെ തുമ്പിലുള്ള വിയർപ്പ് കണം, നെറ്റിയിലെ ചുളിവുകൾ, കണ്ണിൻ്റെ കളറ് ഒക്കെ ഒറ്റയടിക്ക് തന്നെ അയാളുടെ ആരോഗ്യ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മളോട് നമുക്ക് ആവശ്യമുള്ള 50%-ലധികം റിപ്പോർട്ടുകൾ തന്നു കഴിയുമെന്ന്. ഇത് ഏതൊരു മനുഷ്യൻ്റെയും സംബന്ധിച്ചിടത്തോളം സാധ്യമാണ്. കാരണം നമ്മളൊരു കുട്ടിയുടെ മുഖത്ത് നോക്കി രാവിലെ ഒന്ന് ആ കുട്ടിയെ അഡ്രസ്സ് ചെയ്താൽ ആ കുട്ടിയുടെ ഏകദേശം മാനസികത നമുക്ക് മനസ്സിലാവും. പിന്നീട് അങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ട് എന്ന് തോന്നുന്ന കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടി, എന്താണ് നമ്മുടെ ഉള്ള പരിഹാരമാർഗം? എല്ലാ കുട്ടികളും നോട്ട് എഴുതി വന്നു. ഒരു കുട്ടി നോട്ട് എഴുതി വന്നില്ല. എന്താണ്? അപ്പോഴേക്കും തല്ലുക, പിടിക്കുക, ചീത്ത പറയുക, വഴക്ക് പറയുക, കുട്ടിയെ പരിഹസിക്കുക, ഇങ്ങനെയുള്ള ഒരു പെട്ടെന്നുള്ള അതിൻ്റെ ഒരു പരിഹാരക്രിയയിലേക്ക് പോകുന്ന ചില അധ്യാപകരെങ്കിലും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ആ കുട്ടി നോട്ട് എഴുതിയില്ല? മറ്റെല്ലാവരും എഴുതുന്നത് എന്തുകൊണ്ട് ആ കുട്ടിയുടെ മാത്രം പർട്ടിക്കുലർ ഇഷ്യൂ ആണെങ്കിൽ നമുക്കതിനെ വേറെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. പക്ഷേ ആ പർട്ടിക്കുലർ ഇഷ്യൂവിൻ്റെ കാരണം സാമൂഹികമോ കുടുംബപരമോ വൈകാരികമോ ഒക്കെ ആണെങ്കിൽ അതിനെ പരിഹരിക്കേണ്ട മറ്റൊരു രീതിയിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടി, എനിക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികളെ ക്ലാസ്സിൽ ഭയങ്കരമായ രീതിയിൽ തല്ലുകയും ബെഞ്ചിൽ കയറ്റി നിർത്തുകയും പരിഹസിക്കുകയും അധിക്ഷേപ വാക്കുകൾ ചൊരിയുകയൊക്കെ ചെയ്യുമായിരുന്നു. എത്രയോ സംഭവങ്ങൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കിട്ടും. ഒരുപക്ഷെ നമ്മളൊക്കെ അന്നപ്പോൾ ചിരിച്ചിട്ടുണ്ടാവും, നമുക്കത് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. കാരണം നമ്മളൊക്കെ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരുന്നുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന കുട്ടിയെ നോക്കി നമ്മളും സന്തോഷിക്കുകയോ ചിരിക്കുകയോ കളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ അവരുടെ പക്ഷത്തു നിന്ന് ആലോചിക്കുമ്പോൾ അത് അവരനുഭവിച്ച മാനസികാവസ്ഥ എത്ര ഭീകരമായിരിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അത് അങ്ങനെ അവർ എത്രയോ, നമ്മുടെ കൂടെ 1-ാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർന്ന് എത്ര കുട്ടികൾ 5-ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു? 5 കഴിഞ്ഞ എത്ര കുട്ടികൾ 8-ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 10-ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു? അതിപ്പം നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശരിയാ, കുറേ കുട്ടികൾ എവിടെയൊക്കെയോ വഴിയിൽ വെച്ച് പോയിട്ടുണ്ട്. ഔദ്യോഗിക നാമത്തിന് അതിന് നമ്മൾ കൊഴിഞ്ഞു പോക്ക് എന്നൊക്കെയാണ് പറയുക. പക്ഷേ കൊഴിഞ്ഞു പോക്ക് എന്ന സുന്ദരമായ പദമല്ല, മറിച്ച് ചവിട്ടി പുറത്താക്കലെന്നോ അധിക്ഷേപിച്ച് ഒഴിവാക്കലെന്നൊക്കെ പറയുന്ന ഒരു ഭീകരമായ പ്രയോഗമാണ് അതിന് വേണ്ടതെന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. സത്യത്തിൽ ആ കുട്ടി ഇഷ്ടത്തോടുകൂടി സ്കൂളിലേക്ക് വരാതിരിക്കുകയല്ല, മറിച്ച് കുട്ടിക്ക് സ്കൂളിലേക്ക് വരാൻ തോന്നാത്ത സാഹചര്യം സ്കൂളിലുണ്ടാകുമ്പോൾ മടിയാവുകയും പിന്നീട് വളരെ വലിയ എതിർപ്പാവുകയും അതൊരുപക്ഷെ വലിയ റിബല്യൻ സ്വഭാവത്തിലേക്ക് തന്നെ പോവുകയും ഒരുപക്ഷെ സ്കൂളിലൊക്കെ അത് വലിയ പ്രശ്നക്കാരനായി തീരുകയും അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയേക്കാം. മുമ്പ് ഒരു മലയാളത്തിലെ പ്രമുഖമായ ഒരു വാരികയിൽ നമ്മൾ ഈ ചോക്കുപൊടി എന്ന് പറഞ്ഞുകൊണ്ടൊരു കോളം ഉണ്ടായിരുന്നു. അപ്പോൾ
അതായത് പിന്നെ നമ്മുടെ കുട്ടിക്കാല അനുഭവങ്ങൾ അധ്യാപകർ എഴുതുന്ന ഒരു അനുഭവം, അധ്യാപകർ കുട്ടികളെക്കുറിച്ച് എഴുതുന്ന ഒരു സംഭവം. അപ്പോൾ അതിൽ മുമ്പ് ഞാനൊരു കുട്ടിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ തന്നെ സ്കൂൾ അനുഭവത്തിലെ ഒരു സംഭവമാണ്. അതായത് ഒരു കലോത്സവ ദിവസം സ്കൂളിൽ അതിഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കിയ ഒരു +2 പയ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂട്ടത്തിലുള്ള കുറേ ആളുകൾ പിന്നെ അവർ സ്കൂളിന് പറ്റാത്ത തരത്തിലുള്ള പല സംഭവങ്ങളും കാട്ടിക്കൂട്ടി അങ്ങനെ ഭയങ്കര പ്രശ്നമായി. തല്ലും പിടിയൊക്കെ ആയപ്പോൾ ഹാളിൽ ബഹളം വന്നപ്പോൾ അധ്യാപകരായി ഞങ്ങളെ കൂടിച്ചെല്ലുകയും അവരെ കുട്ടികളെ പിടിച്ചുകൊണ്ടുവരികയും അങ്ങനെ ഇയാളോട് ഞാൻ ഇങ്ങനെ പിന്നെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇയാൾ ഭയങ്കരമായ ക്ഷോഭത്തിൽ തട്ടിക്കയറി അധ്യാപനം മുഴുവൻ പിന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലൊക്കെ പെരുമാറുന്ന ഒരു 17 വയസ്സേ ഉള്ളൂ ഒരു കുട്ടി. അപ്പോൾ എന്തോ ഒരു 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 വ്യത്യസ്തമായ ഒരു സ്വഭാവം തോന്നിയപ്പോൾ ആ കുട്ടിയുടെ ആഴത്തിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആ കുട്ടി ഒരു മലയുടെ മുകളിൽ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുന്ന പയ്യനാണ്. അത് അതിഭീകരം ഞെട്ടിക്കുന്ന ഒരവസ്ഥയാണ്. അമ്മ മരിച്ചു പോയിട്ടുണ്ട്, അച്ഛൻ വേറെ വിവാഹം കഴിച്ച് വേറെ ജീവിക്കുകയാണ്. ഇവൻ ഒരാൾ മാത്രം ആ ഒരു കുടിലിൽ ചെറിയൊരു വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു മലമുകളിൽ താമസിക്കുകയാണ്. എന്തായിരിക്കും ആ കുട്ടിയുടെ മാനസികാവസ്ഥ? എന്തായിരിക്കും ആ കുട്ടിക്ക് ഈ സമൂഹത്തോടുള്ള കാഴ്ചപ്പാട്? എന്തായിരിക്കും ആ കുട്ടിക്ക് പഠനത്തോടുള്ള കാഴ്ചപ്പാട്? എല്ലാത്തിനോടും ഒരു തരം വല്ലാത്ത പിന്നെ വെറുപ്പും പ്രതികാരവും ഒക്കെ തോന്നുന്നൊരു മാനസികാവസ്ഥയിലാണ് ആ കുട്ടി നിൽക്കുന്നത്. അവൻ്റെ ദൈനംദിന കാര്യങ്ങൾ നോക്കാൻ ആളില്ല, രാവിലെ ഭക്ഷണം കിട്ടുന്നില്ല, പലപ്പോഴും അവിടുന്ന് ഇറങ്ങി വന്ന് എവിടെന്നെങ്കിലും ഒഴിവ് ദിവസങ്ങൾ പണിക്കൊക്കെ പോയിട്ടാണ് അത്രയും. പിന്നെ അതൊക്കെ പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞാണ്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം അറിയുന്നതോടുകൂടി അവനെ ഞങ്ങളുടെ ഒരു വളരെ പ്രിയപ്പെട്ട കുട്ടിയാക്കി മാറ്റുകയും ഞങ്ങളവന് അവിടെ മറ്റ് സൗകര്യങ്ങൾ എന്തൊക്കെയാണോ ആ കുട്ടിക്ക് നമ്മൾ കൊണ്ട് നൽകാൻ കഴിയുക ആ സൗകര്യങ്ങളൊക്കെ നൽകുകയും ചെയ്തതോടുകൂടി പിന്നീട് സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റമാണ്. ആ കുട്ടി അവിടുത്തെ സ്കൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്ന കുട്ടിയാവുകയും +2 ഒക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായി പോവുകയും പിന്നീട് അവൻ സാധാരണ തൊഴിൽ മേഖലയിലൊക്കെ പോയി. കാരണം അതിൻ്റെ ജീവിത സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ ഇന്നും പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ മനുഷ്യനുണ്ടാകുന്ന നമ്മളോടൊക്കെ ഉള്ളൊരു സ്നേഹവും അയാൾ ഈ സമൂഹത്തിന് ഒരു ഉപദ്രവവും ഇല്ലാത്ത, ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത ഒരു സാധാരണ നല്ല ഒരു മനുഷ്യനായി സമൂഹത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് അന്നൊരു ദിവസം ഒരു പക്ഷേ അത് കണ്ടെത്തുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയിരുന്നെങ്കിൽ അത് ആ കുട്ടിയുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു പോകുമായിരുന്നു. ഇപ്പോൾ ആ തരത്തിലാണ് നമ്മൾ ഇതിനെ കണ്ടത്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വലിയ ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ സ്കൂൾ പ്രാപ്തമല്ലെങ്കിൽ അത് പിന്നീട് പോകുന്ന വഴികൾ ഒരു പക്ഷേ വളരെ തെറ്റായ വഴികളായി പോകും. നമുക്കിന്നറിയാം വളരെ പ്രതിലോമകരമായ ഒട്ടേറെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമൂഹമാണ് നമ്മുടേത്. അത്തരം കുട്ടികളെ വലവീശി പിടിക്കാനും വഴിതെറ്റിക്കാനുമുള്ള പലതരത്തിലുള്ള മാഫിയകൾ സ്കൂളിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ട്, സമൂഹത്തിൽ വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പെട്ടുപോവാതിരിക്കണമെങ്കിൽ അവരെ വെറുതെ ഗുണദോഷിച്ചതുകൊണ്ടോ അവർക്ക് പ്രത്യേകം മാറ്റി നിർത്തി അവർക്ക് ഇതിനെക്കുറിച്ച് പിന്നെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടോ മാത്രം കാര്യമില്ല. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അതോടൊപ്പം അവർക്ക് അത്തരത്തിലുള്ളൊരു വൈകാരികമായ ഒരു ദൗർബല്യം സംഭവിക്കാത്ത രീതിയിൽ ഞങ്ങൾ കൂടെയുണ്ട്, ഞാനും കൂടെയുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്, സ്കൂളുണ്ട്, രക്ഷിതാക്കളുണ്ട്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഏതെങ്കിലും പ്രയാസമുള്ളവരാണെങ്കിൽ അധ്യാപക സമൂഹമുണ്ട്, അധ്യാപകരുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കാൻ അങ്ങനെ ആ കുട്ടിക്ക് ഒരു വൈകാരികമായി ഒരു ബലം നൽകാൻ നമ്മുടെ സ്കൂളുകൾക്ക് കഴിയേണ്ടതുണ്ട്. ആ തരത്തിൽ അധ്യാപകർ ഇതിനെ ഒരു ജോലി എന്നതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അത് നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് തങ്ങളുടെ ഒരു സാമൂഹ്യമായ ഉത്തരവാദിത്വം, അവിടെയാണ് ടീച്ചറെ കുറിച്ചുള്ള ഏറ്റവും വലിയ പിന്നെ ഒരു കോംപ്ലിമെൻ്റ് എന്നോ വിശേഷമെന്നോ പറയാവുന്ന ഒരു ടീച്ചർ ഈസ് എ സോഷ്യൽ എഞ്ചിനീയർ എന്ന് ടീച്ചർ വിളിക്കപ്പെട്ടിട്ടുണ്ട്. ആ സോഷ്യൽ എഞ്ചിനീയർ എന്ന പദം സമൂഹത്തെ നിർമ്മിക്കുന്ന ഒരു വലിയ ഒരു എഞ്ചിനീയർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നല്ല മിടുക്കരായ കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് വലിയ വിദ്യാഭ്യാസം നൽകുകയും അവരെ ശാസ്ത്രജ്ഞരാക്കുകയും ഡോക്ടറാക്കുകയും വലിയ ആർട്ടിസ്റ്റുകളാക്കുകയും ഒക്കെ ചെയ്യുന്ന ടീച്ചർ തന്നെയാണ് ഈ ഇത്തരം പിന്നെ വളരെ അത്തരത്തിലുള്ള പിന്നെ ജീവിത സാഹചര്യങ്ങളില്ലാത്ത കുട്ടികളെയും കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരിഗണന പുതിയ കാലം ആവശ്യപ്പെടുന്നത് ഇത്തരം കുട്ടികൾക്ക് കൊടുക്കുന്ന പരിഗണനയാണ്. അപ്പോൾ ക്ലാസ് മുറിയുടെ പഴയ ഒരു കോൺസെപ്റ്റ് തന്നെ മാറുന്ന കാലമാണ് പുതിയത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, നമ്മുടെ ക്ലാസ് മുറിയിൽ നിന്ന് അല്ലെങ്കിൽ മാറുന്ന ക്ലാസ് മുറിയെപ്പറ്റി നമുക്ക് പുതിയ ഒരു എപ്പിസോഡിൽ സംസാരിക്കേണ്ടതുണ്ട്.
പക്ഷേ ഇപ്പോൾ ഇത്രത്തോളം പറഞ്ഞു നിർത്താം. എന്തായാലും നമ്മുടെ ക്ലാസ് മുറിയുടെ സ്ട്രക്ചർ പഴയ കാലത്ത് നിന്ന് മാറിയിട്ടുണ്ട്. ഏറ്റവും മിടുക്കരായ കുട്ടിയെ, പഠിക്കുന്ന കുട്ടിയെ കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന പഴയ അധ്യാപക സമൂഹത്തിന് പകരം ക്ലാസ്സിൽ ശ്രദ്ധ കൂടുതൽ ആവശ്യമുള്ള കുട്ടി ആരാണോ ആ കുട്ടിയെ ശ്രദ്ധിക്കുന്ന, ആ കുട്ടിക്ക് വേണ്ടി സമയം കൂടുതൽ ചിലവഴിക്കുന്ന, ആ കുട്ടിയുടെ വൈകാരിക മേഖലകളോട് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന, ആ കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്താൻ പറ്റുന്ന അധ്യാപകർക്കാണ് വേണ്ടത്. നമ്മൾ സ്കൂളുകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. പലപ്പോഴും ചില അസ്വാരസ്യങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ സ്കൂളിൻ്റെ എന്തെങ്കിലും ആഘോഷ ദിവസങ്ങളിലൊക്കെ പലപ്പോഴും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് മീഡിയകളൊക്കെ. പക്ഷേ പലപ്പോഴും നമ്മൾ ആ കുട്ടികളുടെ ഒരു ക്രിമിനലിസമായി, അവരുടെ ഒരു വഴിവിട്ട സ്വഭാവമായിട്ടൊക്കെയാണ് അതിനെ കാണുക. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 18 വയസ്സ് വരെയുള്ള ഒരു മനുഷ്യൻ ഒരു ക്രൈം ചെയ്താൽ പോലും അതിന് ക്രൈം എന്നല്ല നമ്മുടെ ജുവനൽ നിയമങ്ങൾ പറയുന്നത്. അത് കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയുമായി കുട്ടിക്കുണ്ടാകുന്ന സംഘർഷം എന്ന് മാത്രമാണ് അർത്ഥം. അല്ലാതെ കുട്ടി ക്രിമിനൽ എന്ന് വിളിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ആ സാഹചര്യം അത്തരത്തിലുള്ള പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റും ആ കുട്ടിയിൽ ഉണ്ടാക്കുന്നുള്ള. അത്തരം കോൺഫ്ലിക്റ്റുകളിലേക്ക് പോകാതെ എന്താണോ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ച് ഒരു ടീച്ചർ ചേർത്തൊന്നിങ്ങ് പിടിച്ചാൽ അതിൻ്റെ മുകളിൽ തീരാത്തൊരു പ്രശ്നവും ഒരു കുട്ടിക്കും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും ആ തരത്തിലേക്ക് നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം മാറേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം.